വണ്ടിപ്പെരിയാറിലെ ഗാബ്രിയിൽ ഇറങ്ങിയ കടുവ ചത്തു. 2 തവണ മയക്കുവെടി വെച്ചെങ്കിലും കടുവ മയങ്ങിയിരുന്നില്ല. മയക്കുവെടിയേറ്റ കടുവ വനം ഉദ്യോഗസ്ഥർക്ക് നേരെ ചാടിയെടുത്തിരുന്നു. പിന്നാലെ സ്വയം രക്ഷയ്ക്ക് വനം വകുപ്പ് സംഘം 3 തവണ വെടിയുതിർത്തു. കടുവയുടെ ജഡം തേക്കടിയിലെത്തിച്ചു. നേരത്തെ കടുവ തോട്ടം തൊഴിലാളിയുടെ പശുവിനെയും നായയെയും കൊന്നിരുന്നു. നാരായണൻ എന്നയാളുടെ വളർത്തുമൃഗങ്ങളെയാണ് കൊന്നത്. മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടി തേക്കടിയിലേക്ക് മാറ്റാനായിരുന്നു വനം വകുപ്പിന്റെ നീക്കം. കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. കാലിന് മുറിവേറ്റ നിലയിലായിരുന്നുവെന്നും പിടികൂടാനായാൽ ആവശ്യമെങ്കിൽ ചികിത്സ നൽകുമെന്നും എരുമേലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞിരുന്നു. പെരിയാർ കടുവ സങ്കേതത്തിലെത്തിച്ച് ചികിത്സ നൽകാനായിരുന്നു നേരത്തെ തീരുമാനം. ഗാബ്രി പ്രദേശത്ത് നാളുകളായി ഭീതി പരത്തിയ കടുവ ഇന്നലെ രാത്രിയോടെ അരണക്കൽ എസ്റ്റേറ്റിലെത്തിയിരുന്നു. ഇന്നു പുലർച്ചെ 2:30 അരണക്കൽ എസ്റ്റേറ്റിലെ നാരായണന്റെ പശുവിനെയും ബാലമുരുകന്റെ വളർത്തുനായയെയും ആക്രമിച്ചു കൊല്ലുകയായിരുന്നു. തുടർന്ന് വനംവകുപ്പ് സ്ഥലത്തെത്തി വ്യാപക പരിശോധന നടത്തിയാണ് കടുവയെ സ്പോട്ട് ചെയ്തത്. ഡ്രോൺ നിരീക്ഷണവും നടത്തിയിരുന്നു. ഫെബ്രുവരി 23-ന് വള്ളക്കടവ് പൊന്നഗറിലാണ് കടുവയെ ആദ്യം കണ്ടത്. പിന്നീടാണ് മാർച്ച് 2-ന് പോപ്സ് ഗ്രൂപ്പിന്റെ ഗ്രാബി എസ്റ്റേറ്റിൽ കടുവയെ കാണുന്നത്. പിന്നീട് ഗാബ്രി ഗവൺമെന്റ് LP സ്കൂളിന് സമീപം വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു. തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി ഡ്രോൺ നിരീക്ഷണം നടത്തി ഇവിടെ കൂട് സ്ഥാപിച്ചു. 2 ദിവസം തിരച്ചിൽ നടത്തി കടുവയെ മയക്കുവെടി വെക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഞായറാഴ്ച വീണ്ടും വനപാലകർ ഇവിടെ എത്തിയെങ്കിലും കടുവ പ്രദേശം വിട്ടുപോയിരുന്നു.